ഇത് നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഇത് പെൻസിൽ സ്കെച്ച് അല്ലേ? അല്ലേ? ഇത് കാണുന്നതെല്ലാം പെൻസിൽ സ്കെച്ചാണ്. ആരും ചെയ്ത ആളെ പേര് പറയണം. ഇത് പെൻ ആർട്ട്. ഇത് ഡിജിറ്റലാണോ? ഇത് ഡിജിറ്റലാ അല്ലേ? ഓക്കെ. ഇത് വന്നിട്ട് വീണ്ടും പെൻ ആർട്ട്. ഇതെല്ലാം കൈ വെച്ച് ചെയ്തിട്ടുള്ള, ഇതൊന്നും പ്രിന്റഡ് അല്ല കേട്ടോ, എല്ലാം മാനുവൽ ഷീറ്റ്സ് ആണ്. കണ്ടോ, അവരവരുടെ സ്റ്റഡീസ് എന്തൊക്കെയാണെന്നുള്ളത് ഭംഗിയായിട്ട് കണ്ടോ. ഒത്തിരി ഇതൊക്കെ ഗ്രൂപ്പ് വർക്ക് ആയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിന് അവരുടെ തീസിസ്, അതായത് ഫൈനൽ ഇയർ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് മിഥുന് ആ ഒരു പ്രോജക്റ്റിന് ഒരു അവാർഡൊക്കെ വിൻ ചെയ്തിരുന്നു. നമ്മളെ നാട്ടിൽ തന്നെയുള്ള ട്രീസിനെ പറ്റിയിട്ട്. അത് ശരി. ഇതിലിപ്പോൾ എത്ര ടൈപ്പ് ഉണ്ട്? ഇത് 50 ട്രീസ്. ഓക്കെ, 50 ട്രീസ് ഓഫ് കേരള. ഓ ശരി. ഈ താഴത്ത് കാണുന്ന നോക്കിയോ, എന്തായി മോനെ പണി? ഓക്കെ, അവൻ കളറൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ രീതിയിൽ കണ്ടോ, മോഡല് ഫുള്ളുണ്ട്. ഇൻറ്റീരിയറൊക്കെ ഭംഗിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ റൂഫ് ഒന്ന് വെച്ചേ. ഇതാണ് ബുക്ക് മാർക്സ്. നമ്മൾ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇടയിൽ വെക്കുന്ന സാധനം അല്ലേ? അപ്പോൾ ഇന്നലെ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു, അപ്പോൾ നല്ലോണം സെല്ലായി. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വർക്കിന് ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ കൊടുക്കാൻ പോവാണ്. അടിപൊളി. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാലിക്കറ്റിലുള്ള ഫ്രീഡം സ്ക്വയറിൻ്റെ അടുത്ത് KTDCയുടെ ഒക്കെ ഒരു കഫേ പൊളിറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവകിയമ്മ കോളേജ് ഓഫ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ DG കോളേജ് ഓഫ് ആർക്കിടെക്ചർ, ഞാനും കോളേജിലൊരു അംഗമാണ്, ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മുടെ കോളേജ് ഒരു ഡിസൈൻ എക്സിബിഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ പേര് കഥ എന്നാണ് അതിൻ്റെ ഒരു പേരിട്ടിട്ടുള്ളത്. ഈയിടെ തന്നെ നിങ്ങൾ ഒത്തിരി റീൽസും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കോളേജിലെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ, അവർ ചെയ്യുന്ന എക്സസൈസ്, അവർ ചെയ്യുന്ന വർക്കുകൾ, ഇത് പബ്ലിക്കിന് ഒന്ന് എക്സ്പോസ് ചെയ്യുക, പബ്ലിക്കിന് ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതെന്താണ്, എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആർക്കിടെക്ചർ കോളേജിൽ ഇവരുടെ വർക്കുകൾ ചെയ്യുന്നത്, പ്രോജക്റ്റുകൾ ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്കം എന്താണ്, അവരുടെ എഫേർട്ട് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഫാക്കൽറ്റീസും കുട്ടികളും എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ കാലിക്കറ്റിലെ ഒരു ഹാർട്ട് പോർഷനാണ് കാലിക്കറ്റ് ബീച്ച്, അറിയാലോ. അപ്പോൾ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഒരുപക്ഷേ ഈ വീഡിയോ കാണുമ്പോഴേക്കും നമ്മൾ ഇവൻ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇതെന്താണ് നടക്കുന്നത് എന്നുള്ളതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സിന്, അല്ലെങ്കിൽ ആറ്റിക് ലാബിൻ്റെ വ്യൂവേഴ്സിനെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആർക്കിടെക്ട് ഷിനു, ആറ്റിക് ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ ഈ ഒരു വെന്യൂ, നമ്മുടെ ഈ ഒരു ഇവൻറ്റിന് അനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കുറേ ഡെക്കറേഷൻ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഓരോന്നോരോന്നായി നോക്കിയിട്ട് എന്തൊക്കെയാണ് എക്സിബിഷൻ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, കഥ എന്ന് പറയുന്ന ഈ ഒരു ഈവൻറ്റിന് വലിയ 2 കഥ എന്നൊക്കെ പറഞ്ഞ് വലിയ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കിളികളൊക്കെ പാറിക്കിടക്കുന്നതാണ്. പേപ്പർ ആർട്ട് പോലെ പേപ്പർ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഇത് കണ്ടോ, ഭയങ്കര രസമായിട്ട് ഈ ഒരു രീതിയിലാണ് ഈ ഒരു വെന്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മോളെ ഒന്ന് നിൻ്റെ അടുത്തേക്ക് നിന്ന് സൈസ് കാണാനാ. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസ് ആണ് കേട്ടോ DGയിലെ. അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ കഥ ഒക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടത്തേക്കുള്ളൊരു എൻട്രി വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ബിൽഡിങ്ങും അതുപോലെ അവിടെ ഒരു ബിൽഡിങ്ങും ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസും ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം, ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ വെന്യൂവിലേക്ക് കയറി കഴിയുകയാണെങ്കിൽ ഇവിടെ കുട്ടികൾ, ഇവിടെ രജിസ്ട്രേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഒത്തിരി പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞത് കണ്ടോ, ഇത് അവർ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ്. ഇത് കണ്ടോ, ഇത് മൊത്തം ഇത്തരത്തിൽ GI ട്യൂബൊക്കെ വെച്ച് അതിനകത്ത് നമ്മുടെ ഗഡ്സൊക്കെ ഇല്ലേ, അതൊക്കെ പോലത്തെ ഒരു സാധനമൊക്കെ വെച്ച് കുറേ ലെറ്റേഴ്സൊക്കെ വെച്ച് ഇതിനൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിൽഡിങ് കണ്ടോ, ഈ ഒരു ബിൽഡിങ് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്തതാണ്. നമ്മുടെ ഇവൻറ്റിൻ്റെ പേര് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അവിടെയും നമ്മുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഫാക്കൽറ്റീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ആർക്കിടെക്ട്സ് നമ്മുടെ DG കോളേജ് ഓഫ് ആർക്കിടെക്ചറിലെ ഫാക്കൽറ്റീസ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. വെറുതെ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഇത് ആർക്കിടെക്ട് ഭവിത് ഒരു ഹായ് പറഞ്ഞോ. നമ്മുടെ ആർക്കിടെക്ട് അഞ്ജു മാം, രേവതി മാം, നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ പേര് തെറ്റിപ്പോയി, വീഡിയോ എന്നെക്കൊണ്ട് 2ാമത് ഷൂട്ട് ചെയ്യിപ്പിച്ച ആർക്കിടെക്ട് ഷെഫിൻ സാർ, നമ്മുടെ സ്വന്തം റസീന മാം,
റസിന മാമിൻ്റെ മോൻ, ഇവനും ഇവിടുത്തെ ഫാക്കൽറ്റി അല്ല കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് ആൾക്കാരുണ്ട്, കാരണം ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. എല്ലാവരും അവിടെ ഇവിടെ കേട്ടിട്ട് നമുക്ക് ഓരോരുത്തരെയും കാണാം. അപ്പോൾ ആദ്യം ഭവിത് സാർ, നമുക്ക് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കണം നമ്മുടെ വ്യൂവേഴ്സിന്, ഈ ഒരു ഇൻസ്റ്റലേഷൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഭവിത് സാർ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. ഭവിത് സാർ, ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, നമുക്ക് 2-3 സെന്റൻസിൽ അത് മതി. നമ്മൾ ഉപയോഗിക്കുന്ന ആർക്കിടെക്ചറിൽ പൊതുവെ ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് ആണിത്. ഓക്കെ, നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫ്രം ഗ്രൗണ്ട് ടു ദ സൊസൈറ്റി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് എല്ലാം ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സ്ട്രിങ്ങിൽ ഈ ഒരു സോളിഡ് ആയിട്ടുള്ള ടെർമിനോളജീസ് വരുന്നത്. അതായത് നമ്മളുടെ കോൺസെപ്റ്റ് എല്ലാം സോളിഡ് ആയിട്ട് സൊസൈറ്റിയിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഐഡിയ. അപ്പം ഞാൻ കയറുമ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കോൺസെപ്റ്റും അല്ലേ, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിന്റെ മുകളിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. നമ്മുടെ ഇവിടുത്തെ കിളികൾക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ കിളികളുടെ വക്താവാണ് ഈ നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഭവിത് സാർ. നമുക്ക് ആ സാധനം കൂടെ പരിചയപ്പെടുത്തി നമുക്ക് ഇവിടുത്തെ എക്സിബിഷൻ കാര്യങ്ങളും പരിപാടികളിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പേ ഈ കാര്യങ്ങളും കൂടെ ഒക്കെ കണ്ടിട്ട്, കാരണം ഈ ഒരു സ്ഥലം ഇത് നമ്മുടെ മെയിൻ ഇവന്റ് നടക്കുന്ന ഒരു വെന്യൂ ആണ് ഇവിടെ കേട്ടോ. നമ്മുടെ അതായത് സ്റ്റുഡൻസ് അവിടെ ഇരുന്ന് ഒത്തിരി പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഒരാൾ നിന്ന് ഒരു ആർട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു നമ്മുടെ ഈ ഇവൻ്റ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ തീമാണ് നമ്മുടെ ഈ ഒരു ബേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഡിസൈൻ ചെയ്തതും നമ്മുടെ ഭവിത് സാർ തന്നെയാണ്. നമ്മുടെ ഗസ്റ്റിന് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭവിത് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഭവിത് ഇതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളുടെ ഒരു അംബാസഡറിനെ പോലെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ കിളികളെ കോൺസെപ്റ്റായിട്ട് എടുക്കാൻ കാരണം ഇവരെപ്പോഴും ഒരു ദേശത്തു നിന്ന് വേറൊരു ദേശത്തിലോട്ട് അവരുടെ സ്റ്റോറി പറഞ്ഞു പോകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങളിത് എടുത്തിട്ടുള്ളത്. അത് ഞങ്ങളുടെ കുട്ടികളുടെ ആർക്കിടെക്ചറൽ അക്കാഡമിക്സിലുള്ള കഥകൾ അവരൊരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു എൻറ്റയർ എക്സിബിഷൻ്റെ ഉദ്ദേശം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റോർസാണ് നമ്മളതിനെ വിളിക്കുക, അതായത് സ്റ്റോറി ടെല്ലിംഗ് ബേർഡ്സ്. ഈ ഒരു സ്റ്റോർസിനെ നമ്മളുടെ അംബാസഡറായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ വരുന്ന ഗസ്റ്റിന് മൊമെൻ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർക്കിടെക്ചറും കുട്ടികളിവിടെ ചെയ്യുന്ന കാര്യങ്ങളും ഇതെല്ലാം പബ്ലിക്കിലേക്ക് കൂടെ ഷെയർ ചെയ്യുക, സാധാരണ ആളുകൾക്കും കൂടെ എന്താണ് നമ്മുടെ ആർക്കിടെക്ചർ കോളേജിൽ നടക്കുന്നത്, എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു തോട്ട് പ്രോസസ്സൊക്കെ വന്ന് ഇങ്ങനെ ഒരു ബേർഡും ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് എത്തി. ഇത് ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതല്ല. ഇവിടുത്തെ ഭവിത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും കുട്ടികളും എല്ലാം കൂടെ ഇരുന്ന് ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന കാരണം ഞാൻ ഒത്തിരി ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം ഒരു ദിവസം സ്വിച്ചിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റുകളല്ല, ഈ അവരുടെ ഒരു വർഷത്തെ അധ്വാനാണ്. അതായത് ഞങ്ങൾ കഴിഞ്ഞ വർഷവും കഥ എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ നടത്തിയിരുന്നു. അത് നമ്മുടെ കോളേജിലായിരുന്നു. അപ്പോൾ നമ്മൾ അന്നൊരു വേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റലേഷൻ ചെയ്തിരുന്നു. അതിനുപയോഗിച്ച തുണികളാണ് കുട്ടികൾ റീയൂസ് ചെയ്തിട്ട് ഈ മോളിൽ കാണുന്ന ഒരു ഡൈനാമിക് ഇൻസ്റ്റലേഷനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതായത് ഒരു പാട്ടായിരുന്നു കഴിഞ്ഞൊരു ഇൻസ്റ്റലേഷൻ ആയിരുന്നു. അത് കുട്ടികൾ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ അക്രിലിക് കൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അവരുടെ ഒരു ഇന്നോവേഷൻ ആയിരുന്നു. സാധനം റീയൂസ് ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ പരിപാടിക്ക് വാങ്ങിയ യൂസ് ചെയ്ത എല്ലാ സാധനം മറ്റൊരു ഷേപ്പിലും മറ്റൊരു രൂപത്തിലും നമ്മളിവിടെ യൂസ് ചെയ്തു. അതെ, അത് ഈ ഒരു കോട്ടയാടിന് ഭയങ്കര ഒരു ഡൈനാമിക് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. വരുന്നവർക്ക് എല്ലാവർക്കും ഇത് കണ്ടാൽ ഭയങ്കര ഒരു ഫീല് ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. അതെ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു സ്പേസ്. അപ്പോൾ ഇവിടെ ഇത്രയും വെയിലടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ അത് കാറ്റത്തൊക്കെ ഇങ്ങനെ പാറി നടക്കുമ്പോഴേക്കും ഭയങ്കര സ്പേസിന് നല്ല ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി ഇവിടെ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ഹക്ക് സാറിനെ പരിചയപ്പെടുത്തിയിരുന്നു. നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇല്ല, ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം റീല് ചെയ്ത സമയത്ത് ഹക്ക് സാർ ക്ലേ വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ DG-യിൽ തന്നെ ആളാണ്. അപ്പോൾ കുറച്ച് പിള്ളേരവിടെ പണിയെടുക്കുന്നില്ലേ, അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ കുട്ടികളല്ലേ നിങ്ങൾ, അല്ലേ? നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കുമോ? ഞങ്ങളിവിടെ ബുക്ക് മാർക്സ് പ്രിപ്പയർ ചെയ്യാണ്. അത് ഫസ്റ്റ് ഡേ ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ആയപ്പോഴത്തേക്ക് ഇത് ലൈവായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു 1-ന് 10 രൂപ വെച്ചിട്ട് സെയിൽ. ശരി, അപ്പോൾ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ഫസ്റ്റ് ഇയറിലെ കുട്ടികളാണ് അവർ. കഴിഞ്ഞ ദിവസം അവർ ഇത്തരത്തിൽ ബുക്ക് മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ. ഇതാണ് ബുക്ക് മാർക്സ്. നമ്മൾ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇടയിൽ വെക്കുന്ന സാധനം, അല്ലേ?
അപ്പോൾ ഇന്നലെ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു, അപ്പോൾ നല്ലോണം സെല്ലായി. എല്ലാതും അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വർക്കിന് ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓ അടിപൊളി. ഇതാ ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങളുള്ളത് കേട്ടോ. നമ്മളെ ഫസ്റ്റ് ഇയറിലെ കുട്ടികളാണ് എല്ലാവരും, അവർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഒത്തിരി പിള്ളേർ പല പല പണികളായിട്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇപ്പോൾ റിസപ്ഷനിൽ കുട്ടികളില്ലേ, ഫാക്കൽറ്റി തന്നെയാണ്. റിസപ്ഷനിൽ നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് ഇരിക്കുന്നത്. അതാ അടുത്തൊരു കൂട്ടം ഫാക്കൽറ്റീസ് ഇവിടെ ഡിസ്കഷനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ വെന്യൂ ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഇതേ ഒരു പണിയെടുക്കുന്നുണ്ട്. പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാപ്പനിങ് ഓഫ് കഥ. ഇത് ഒത്തിരി അടുത്ത് പിടിച്ചു. ഹാപ്പനിങ് ഓഫ് കഥ ഇങ്ങനെ പിടിച്ചോ. ഹാപ്പനിങ് ഓഫ് കഥ ഇൻ കഫേ പൊളിക്കാം. ശരി, അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് എന്താ പറയുക, പെയിന്റിങ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പേസ് ഒക്കെ തന്നെയാണോ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ലേ, ഈ ഒരു വ്യൂ ഇവിടെ കാണുന്ന അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന അതിന്റെ ഒരു അവന്റെ ഒരു ഇമാജിനേഷനിലുള്ള ഹാപ്പനിങ് ഓഫ് കഥ അല്ലേ? ഹാപ്പനിങ് ഓഫ് കഥ. ലേറ്റ് ആവും കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും അവന്റെ പരിപാടി ഏകദേശം തീരുമാനമാവും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ബുക്ക് മാർക്ക് സെല്ലിംഗ് ആണോ അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിവിടെ ഫുൾ ഇവിടെ ഇപ്പോൾ മാക്സിമം ഫസ്റ്റ് ഇയറിലെ പിള്ളേരല്ലേ ഉള്ളത് അല്ലേ? നമ്മുടെ ബാക്കിയുള്ള കുട്ടികൾക്ക് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഇവിടെ എന്ത് പരിപാടി നടക്കുന്നത്? ഇതാ പറഞ്ഞോ, ഒന്ന് പറഞ്ഞു തന്നോ. ഇത് നമ്മൾ കുട്ടികൾ തന്നെ ചെയ്യുന്ന പെയിന്റ് ചെയ്ത ബുക്ക് മാർക്സ് ആണ്. ബുക്ക് മാർക്സ് ആണ് കസ്റ്റമൈസ് ചെയ്തതുണ്ട്. ശരി, ഇതിപ്പോൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതും ചെയ്തു തരുമോ? അത് ശരി, നമ്മളൊരു തീം പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തു തരും അല്ലേ? ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒന്ന് പണി നടക്കട്ടെ, നമ്മുടെ വ്യൂസിന് കാണിച്ചു കൊടുക്കാമല്ലോ. എന്താ വാട്ടർ കളറാണോ? അതെ, പെയിൻ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ തീം പറയുകയാണെങ്കിൽ എനിക്ക് ആറ്റിക് ലാബിൻ്റെ തീമിലുള്ള ഒരു ബുക്ക് മാർക്ക് വേണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്തു തരുമോ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, അപ്പോഴേക്ക് ചെയ്തു തരുമോ? ഒന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ ബാക്കിയുള്ള എക്സിബിഷൻ കാര്യങ്ങളൊക്കെ പോയി നോക്കി വരാം. അതുപോലെ തന്നെ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതെന്താണെന്നുള്ള ആരും എനിക്ക് പറഞ്ഞുതരും, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു തന്നു. ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഇത് നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഇത് പെൻസിൽ സ്കെച്ച് അല്ലേ? അല്ലേ, ഇത് കാണുന്നതെല്ലാം പെൻസിൽ സ്കെച്ചാണ്. ആരത് ചെയ്ത ആളെ പേര് പറയണം. ഇത് തേർഡ് ഇയറിലെ ഫഹീം. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹീമിൻ്റെ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഫോളോ ചെയ്യാം. ഫഹീമിൻ്റെ സ്കെച്ചസ് ആണത് കേട്ടോ. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് കേട്ടോ കാര്യങ്ങളെല്ലാം ഉള്ളത്. നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് അല്ല ഫഹീം, അല്ല തേർഡ് ഇയർ. ഫഹീം തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫഹീമിൻ്റെ ഇത് പെയിൻറ്റിങ് അല്ലേടോ? ഓക്കെ, ഇത് പെൻ ആർട്ട്. ഇത് ഡിജിറ്റലാണോ? ഇത് ഡിജിറ്റലാ അല്ലേ? ഓക്കെ, ഇത് വന്നിട്ട് വീണ്ടും പെൻ ആർട്ട്. ഇത് അഗെയിൻ ഡിജിറ്റൽ അല്ലേ? വീണ്ടും പെൻ ആർട്ട്. വമ്പൻ, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പണികളും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഈ QR കോഡ് ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഫഹീമിനെ ഈ QR കോഡ് വെച്ചിട്ട് ഫഹീമിൻ്റെ ഇത് ഫോളോ ചെയ്യാം. ഇവിടെ ഈ വാളിൽ എന്താ വന്നിട്ടുള്ളത്? ഇതൊക്കെ നമ്മുടെ പാസ് ഔട്ട് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് അല്ലേ? നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അവരുടെ അവാർഡ് വിന്നിങ് ആയിട്ടുള്ള പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയായിട്ട് രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ രണ്ട് എക്സിബിഷൻ വെന്യൂസും കൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വെന്യൂ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾ കുറേ സ്റ്റാൻഡീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു രസമുള്ള സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡീസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കൈനറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സിബിഷൻ ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് സൈഡിൽ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ വെന്യൂ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ വെന്യൂ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇങ്ങനെയാണ് കുട്ടികളുടെ ഇൻസ്റ്റലേഷനും പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എക്സിബിഷൻ ഹാൾ 1 അല്ലേ? മോളെ പേരെന്തായിരുന്നു? നജ. ഇത് പിടിച്ചോന്നു. ഏത് ഇയർ ആയിരുന്നു? നജ ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ നജ ഒന്ന് പറഞ്ഞു തന്നെ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നടക്കുന്നത്? അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. ശരി. കേരളത്തിലുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള 50 ട്രീസിനെ പറ്റി സ്റ്റഡി നടത്തിയതാണ് സ്റ്റുഡൻസ്. എന്നിട്ട് അത് പ്രസന്റ് ചെയ്യാം. അതാണ് ഈ കാണുന്നത്. നമ്മളെ നാട്ടിൽ തന്നെയുള്ള ട്രീസിനെ പറ്റിയിട്ട്. അത് ശരി. ഇതിലിപ്പോൾ എത്ര ടൈപ്പ് ഉണ്ട്? ഇത് 50 ട്രീസ്. ഓക്കെ, 50 ട്രീസ് ഓഫ് കേരള. ഓ ശരി. ഈ താഴത്ത് കാണുന്ന നോക്കിയോ, ഇത് തേർഡ് ഇയേഴ്സിൻ്റെ വർക്ക്സ് ആണ്. അവരുടെ ഡിസൈനിൻ്റെ മോഡലൊക്കെ ആയിരിക്കും അല്ലേ? അവർ ഡിസൈൻ ചെയ്ത കാര്യങ്ങളുടെ മോഡൽ
ചെയ്ത്, അതായത് നമ്മൾ മുമ്പുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഡിസൈനിങ് ചെയ്ത് ആ ഡിസൈനിങ് ചെയ്ത് ഫ്രീസായ സാധനത്തിന് നമ്മളതിന് സ്കെയിൽഡ് ആയിട്ടുള്ള മോഡൽസ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ള മോഡൽസാണ് നിങ്ങൾ ഈ കാണുന്നൊക്കെ. നമ്മൾ DG കോളേജ് ഓഫ് ആർക്കിടെക്ചറിലെ സ്റ്റുഡൻസിൻ്റെ വർക്കാണ്. ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഫസ്റ്റ് ഇയേഴ്സിൻ്റെതാണ്. കോളേജിൽ തന്നെയുള്ള ഒരു സൈറ്റ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ശരി അത് ഒരു യൂസ്ഫുൾ ആക്കിയിട്ടുള്ള സൈറ്റ് ആക്കി മാറ്റാം. ഡിസൈൻ ചെയ്യാം. ഒരു മേജർ ട്രീ അതിന്റെ പാട്ടേക്കും അതിന്റെ ചുറ്റും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള. ശരി, ഇത് അതിൻ്റെ മോഡലാണോ? അതെ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്ത ഒരാളുടെ ഡിസൈൻ ചെയ്ത് അതിനെ മോഡൽ ഉണ്ടാക്കി 3D ഉണ്ടാക്കിയതാണ് അല്ലേ? ആംഫി തിയേറ്റർ, ഈ ആംഫി തിയേറ്റർ ആണ് ഇതിൽ ഡിസൈൻ ചെയ്തത്. ഇത് കോളേജിൽ വരുന്നു ഒരു ഏരിയ ആണ്. അതെ, നമുക്ക് കോളേജിൽ ഇപ്പോൾ ആംഫി തിയേറ്ററിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാത്തിമ ഷഹലൻ്റെ വർക്കാണ് അല്ലേ? അപ്പോൾ ഇവിടേക്ക് വന്ന എന്താണ്? അത് സെയിം പ്രൊജക്റ്റ് ആണ്. അടുത്ത ആളുടെ ഡിസൈനാണ്. ഇതുകൊണ്ട് അപ്പോൾ അടുത്ത ആളുടെ വർക്ക് കാര്യങ്ങളാണ് അവരുടെ ചെയ്തിട്ടുള്ള ഡിസൈൻ. അതിൻ്റെ ഒരു 3D മോഡലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് 3D മോഡൽസ് ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് ഇതിനെ 2D ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്ത് പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് 3D. ശരി, 3D ആക്കി ഡെവലപ്പ് ആക്കി എടുത്തതാണ് അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും എന്താണ് ഇവിടേക്ക് എന്താ ചെയ്തിട്ടുള്ളത്? കുറേ രസമുള്ള കളേഴ്സ് ഒക്കെ കാണാനുണ്ടല്ലോ. കളർ വീൽ ഫോളോ ചെയ്തിട്ട് പല പാറ്റേൺസ് ഉണ്ടാക്കിയെടുത്തതാണ്. അത് ശരി, അതിന്റെ ഡിസൈൻസ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ എക്സസൈസ് ആണ് അല്ലേ? ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഈ ചെയ്തു വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ സെക്കൻഡ് ഇയറിലേക്ക് പോവല്ലേ? സെക്കൻഡ് ഇയറിലേക്ക് പോകുന്ന അവരുടെ ഫസ്റ്റ് ഇയറിൽ അവർ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇത് സെക്കൻഡ് ഇയേഴ്സിന്റെ വർക്കാണ്. ഇത് കൈകൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതെല്ലാം കൈ വെച്ച് ചെയ്തിട്ടുള്ള, ഇതൊന്നും പ്രിന്റഡ് അല്ല കേട്ടോ, എല്ലാം മാനുവൽ ഷീറ്റ്സ് ആണ്. കണ്ടോ, അവരവരുടെ സ്റ്റഡീസ് എന്തൊക്കെയാണെന്നുള്ളത് ഭംഗിയായിട്ട് കണ്ടോ. ഒത്തിരി ഇതൊക്കെ ഗ്രൂപ്പ് വർക്ക് ആയിട്ടുണ്ടായിരിക്കും അല്ലേ? ഹോൾ ക്ലാസ്സിൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത്. കണ്ടോ, ഇത്തരത്തിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല രസമുള്ള സ്കെച്ചിങ് ഒക്കെ കാണാം. കണ്ടോ, അപ്പോൾ ഇത്രയൊക്കെയാണ് സെക്കൻഡ് ഇയേഴ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇവിടേക്ക് വന്നപ്പോഴേക്കും എന്താണ്, നമ്മൾ മിഥുൻ്റെ അവാർഡ് കിട്ടിയ തീസിസ് പ്രൊജക്റ്റ് ആണോ ഇത് അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിന് അവരുടെ തീസിസ്, അതായത് ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് മിഥുന് ആ ഒരു പ്രൊജക്റ്റിന് ഒരു അവാർഡൊക്കെ വിൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഷീറ്റ്സ് ആണ് കണ്ടോ, അതിൻ്റെ ഡ്രോയിങ് കാര്യങ്ങൾ, അതിൻ്റെ അവരുടെ സ്റ്റഡി കാര്യങ്ങളൊക്കെ വരുന്ന ഷീറ്റ്സ്. അതെല്ലാം കഴിഞ്ഞ് അവരുടെ ഡിസൈൻ വന്നപ്പോഴേക്കും കണ്ടോ, ഇങ്ങനെയാണ് അവരുടെ ഡിസൈൻ. അതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അമീൻ ഷഹനയുടെയും അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ഇത്തരത്തിൽ അവാർഡ് വിന്നിങ് ആയിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തിട്ടുള്ള ഷീറ്റ്സും അവരുടെ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അത്തരത്തിൽ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴേക്കും അവരുടെ മുഴുവൻ പ്രൊജക്ട്സും ഈ രീതിയിൽ കുട്ടികൾ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഈ ഒരു ഹാളിൽ ഈ രീതിയിൽ കണ്ടോ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം ഒരു ഫിസിക്കൽ മോഡലുകൾ, കുറച്ച് വലിയ സ്കെയിലിൽ അർബൻ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ കുറച്ച് വലിയ സ്കെയിലിൽ ഇത്തരത്തിലുള്ള മോഡൽസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ വരുമ്പോഴേക്കും ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു സ്റ്റഡി മോഡലൊക്കെ കാണാം. കണ്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഹാളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ കുറേ ടാസ്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അവരൊക്കെ അവരുടെ പണികൾ ചെയ്യുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാം. ഇതാ ഇങ്ങനെ നമ്മുടെ വെന്യൂ. എന്തായി മോനെ പണി? ഓക്കെ, അവൻ കളറൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടാസ്ക് കൊടുത്തിട്ടുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കോറിഡോർ സ്പേസ് വരുന്നത്. ഇങ്ങനെയാണ് കണ്ടോ, കഥ എന്ന് പറഞ്ഞിട്ട് അത് കാണാം. മുകളിൽ അതാ അടിപൊളിയായിട്ട് ക്ലോത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വെന്യൂ ഇവിടെ അല്ലേ? ഇതിലല്ലേ അടുത്ത വെന്യൂ അല്ലേ? അപ്പോൾ അതേ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ഗസ്റ്റുകളാണ്. ആർക്കിടെക്റ്റ് നൗഫൽ, ആർക്കിടെക്റ്റ് മാഹിർ, നിഹാദ്, പ്രശാന്ത് സാർ, ഇത്ര ആളുകളൊക്കെയാണ് നമുക്ക് കാലിക്കറ്റിലെ ലീഡിങ് ആർക്കിടെക്ട്സ് ആണ്. അവരൊക്കെയായിരുന്നു നമുക്ക് ഈ ഒരു ഇവൻറ്റിന് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു വെന്യൂ കൂടെ ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും ഇതാ നമുക്കൊരു ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ കുട്ടികളുടെ
വർക്ക് കണ്ടോ, നേപ്പിയർ മ്യൂസിയം ട്രിവാൻഡ്രം. അതുപോലെ തന്നെ അടുത്തൊരു മോഡൽ ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയും നമുക്ക് രണ്ടാൾക്കാർ ഈ ഒരു ഹാളിന് ഇൻചാർജ് ആയിട്ടുള്ള ആളുകളല്ലേ, രണ്ടാളൊന്ന് പേര് പറഞ്ഞോ എന്തായാലും. എൻ്റെ പേര് ഡാനിഷ് നിഹാൽ, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ശീതൽ, ഞാനും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ശീതലും ഡാനിഷും പറഞ്ഞു എന്താണ് ഈ ഹാളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ. ഹാളിൽ മെയിൻ ആയിട്ട് തേർഡ് ഇയേഴ്സിലെ വർക്കാണുള്ളത്. അവർ ശ്രീലങ്കയിൽ പോയപ്പോൾ അവർക്ക് വേണ്ടി അത് പഠിക്കാൻ വേണ്ടി കുറേ വർക്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി ജെഫ്രി ബാബേൻ്റെ വർക്ക്സ്, വിജിത ബസ്നാരിൻ്റെ വർക്ക്സ്, ശരി അതാണ് ഈ ഒരു ഏരിയയിൽ ഫുൾ ആയിട്ടുള്ളത്. ശരി. പിന്നെ ഇവിടേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഗോവ, വയനാട്, ട്രിവാൻഡ്രം, ശരി ആ ഒരു ഏരിയ ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇവിടെ സ്റ്റഡി ചെയ്തിട്ടുള്ള അതിന്റെ സ്റ്റഡി ചെയ്തതുണ്ട്. പിന്നെ അവരായിട്ട് ഉണ്ടാക്കിയ സെക്കൻഡ് ഇയറിൽ ഉണ്ടാക്കിയ മോഡൽസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹാളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് ഇയർ സ്റ്റുഡൻസ് അല്ലേ, തേർഡ് ഇയർ സ്റ്റുഡൻസ് അവർ നമ്മൾ ഈ ഒരു ആർക്കിടെക്ചർ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേസ് സ്റ്റഡീസിനും ഡാറ്റ കളക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ട്രാവലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ശ്രീലങ്ക ഒരു ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ശ്രീലങ്കയിലായിരുന്നു സൈറ്റ് അല്ലേ. അപ്പോൾ അവിടെ പോയി ശ്രീലങ്കൻ ആർക്കിടെക്ചറൊക്കെ സ്റ്റഡി ചെയ്ത് അതെല്ലാം സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കുക, അതിൻ്റെ ഷീറ്റ്സ് ഉണ്ടാക്കി. അപ്പോൾ അതിനൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അവർ സ്റ്റഡി ചെയ്ത മോഡൽ, സ്റ്റഡി ചെയ്ത ഷീറ്റ്സ് ഒക്കെ ആയിരിക്കും ഇവിടെ കാണുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു സൈറ്റാണ്. ഇപ്പോൾ ഇതേതാ, ലുനു ഗംഗ ഗാർഡൻ. അപ്പോൾ ആ ഒരു സൈറ്റ് അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈറ്റിനെ ഇത്തരത്തിൽ അതിൻ്റെ ഒരു കോണ്ടൂറും ടോപ്പോഗ്രാഫിയൊക്കെ വെച്ചിട്ട് ആ സൈറ്റ് ഉണ്ടാക്കിയെടുത്തു അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഷീറ്റ്സ് ഒക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ചെയ്തതിൻ്റെ ഷീറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡൽ നമുക്ക് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ മോഡലും കാണാം കണ്ടോ. അപ്പോൾ അത്തരത്തിൽ ഒത്തിരി ഇവരുടെ സ്റ്റഡി മോഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാള് ഈ പരുവത്തിൽ ഈ പ്രസൻറ്റേഷൻ ഫോർമാറ്റിലേക്ക് ആക്കിയത് നമ്മുടെ ഈ കുട്ടികളൊക്കെ തന്നെയാണ്, ഫാക്കൽറ്റീസും കുട്ടികളും കൂടെയാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കുട്ടികളും ഫാക്കൽറ്റിയും കൂടെ നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാമിന് അല്ലേ ഡിസൈൻ ചെയ്തിട്ട് ഭവിത്തൊക്കെ ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത് തോന്നുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഈ രീതിയിലാണ് നമ്മുടെ ഈ പ്രൊജക്ട്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇതാ ഈ രീതിയിൽ പ്രൊജക്ട്സ് കണ്ടോ. ഇതൊരു ബാംബൂ സ്ട്രക്ചറാണ്. അടുത്ത ഒരു സ്കെയിൽഡ് മോഡൽ കാണാം. ഇത് വേണമെങ്കിൽ എനിക്ക് അവാർഡ് വിന്നിംഗ് മോഡലാണ്. ഓക്കെ, കണ്ടോ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് മോഡൽ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റൂഫ് ടൈല് കാര്യങ്ങളൊക്കെ റൂഫ് ടൈൽ ഇവിടെ റിമൂവ് ചെയ്യാം അല്ലേ, അവിടെ റിമൂവ് ചെയ്യാം. അതൊന്നും എടുത്ത് കാണിച്ചേ. ഓക്കെ, നമ്മുടെ മോഡൽ എടുത്തു കഴിഞ്ഞാൽ മോഡലിൻ്റെ റൂഫ് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഭംഗിയായിട്ട് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. കുഴപ്പമില്ല, എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ രീതിയിൽ കണ്ടോ മോഡൽ ഫുള്ളുണ്ട്, ഇൻറ്റീരിയറൊക്കെ ഭംഗിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ റൂഫ് ഒന്ന് വെച്ചേ. ഓക്കെ, നമ്മുടെ റൂഫ് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ രീതിയിൽ റൂഫ് സെറ്റായി. അപ്പോൾ ഇതാ അതേപോലെ അടുത്ത നമ്മുടെ മോഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവിടെ എക്സിബിഷൻസ്. ഇപ്പോൾ ഉച്ച സമയമാണ്, അത് കാരണം വലിയ തിരക്കില്ലാത്ത സമയം നോക്കി ഞാൻ വീഡിയോ ചെയ്തിരുന്നു. രാവിലെ അത്യാവശ്യം നല്ല റഷായിരുന്നു. ഇനി സൺഡേ കൂടെ ആയതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ആളുകൾ, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഓടി വന്നങ്ങ് വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ വർക്ക് ഇവിടെ ഓക്കെ, ഇതാ അവർ ലൈവായിട്ട് കണ്ടോളൂ കേട്ടോ എന്താണ് പരിപാടി എന്നുള്ളത്. ഇത് അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറ്റിക് ലാബ് തീം പറഞ്ഞതുകൊണ്ട് അവർ അടിപൊളിയായിട്ട് ആ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സിബിഷൻ, അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇവൻ്റെ ആർട്ട് വർക്ക് ഇവിടെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു എക്സിബിഷനിൽ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ കോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളോ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു കോൺടാക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എക്സിബിഷൻ എങ്ങനെയുണ്ട്, നിങ്ങൾ കണ്ട സാധനം നിങ്ങൾക്ക് എന്ത് തോന്നി, കുട്ടികളുടെ വർക്കിനെ കുറിച്ചോ അവരുടെ എഫേർട്ടിനെ കുറിച്ചൊക്കെ എന്ത് തോന്നിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.